പി.വി. അൻവറിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. നടപടിയെടുത്തെന്നും പ്രത്യേക അന്വേഷണ സംഘത്തെ നേരത്തെ രൂപീകരിച്ചുവെന്നും സർക്കാർ കോടതിയിൽ അറിയിച്ചു. വിവരങ്ങളുമായി എബി തോമസ് ചേരുകയാണ്. എബി, ഇപ്പോൾ പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. എന്തെല്ലാം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ ഹർജി ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്? പി.വി. അൻവർ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു പൊതു താൽപര്യ ഹർജി ജോർജ് വട്ടുകുളം എന്നുള്ള ആളാണ് ഈ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ആ പൊതു താൽപര്യ ഹർജി തള്ളിയിരിക്കുന്നു. അതിന് പ്രധാനമായും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ ഹർജി അപക്വമാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് ഹൈക്കോടതി എത്തിയിരിക്കുന്നത്. പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഹർജിക്കാരൻ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളൊരു നിരീക്ഷണം കൂടി ഹൈക്കോടതി, അത്തരത്തിലുള്ള വിമർശനം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം അത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ആരോപണങ്ങൾ ഗുരുതരമാണെന്ന് കണ്ടതുകൊണ്ട് തന്നെ സർക്കാർ അതിനെ അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ടീമിനെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന്റെ അന്വേഷണം ആരംഭിക്കുക പോലും ചെയ്യുന്നതിന് മുമ്പ് അന്വേഷണത്തിൽ അപാകത ആരോപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പൊതു താൽപര്യ ഹർജി നൽകുന്നത് അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് പ്രശസ്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അത് അപക്വമായിട്ടുള്ള ഒരു ആരോപണമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സർക്കാരും കോടതിയിൽ സമർത്ഥിക്കുകയുണ്ടായി. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെ കോടതി ആ പൊതു താൽപര്യ ഹർജി തള്ളിയിരിക്കുന്നത്. പി.വി. അൻവറിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ഹർജി അപക്വമാണെന്നും പ്രശസ്തിക്ക് വേണ്ടിയാണ് ഇത്തരമൊരു ഹർജി ഫയൽ ചെയ്തതെന്നുമാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങളാണ് എബി നൽകിയത്.